ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. സാധാരണ നിങ്ങളൊക്കെ എൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ അല്ലേ കാണുന്നത്. ഇന്ന് കാണുന്നത് എൻ്റെ വീടാണ്. വീടിന് ഉൾവശമൊന്നും കാണിക്കുന്നില്ല, കാരണം ഞങ്ങളുടെ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ്. അതുകൊണ്ട് മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ്. ഞങ്ങളുടെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വെള്ളം കയറുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ന് വെള്ളം കാണിക്കാണ്ടൊന്നുമല്ല, ഇതെൻ്റെ ചെറിയൊരു ഗാർഡനാണ്. ഇഷ്ടംപോലെ ചെടി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 1-2 വെള്ളപ്പൊക്കം അടുപ്പിച്ചടുപ്പിച്ച് കയറി വന്നപ്പോഴത്തേക്ക് കുറേയധികം ചെടികൾ നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുതിയ ചെടികളെല്ലാം കളക്ട് ചെയ്യണം. എന്നാലും കുറച്ചൊക്കെ നിങ്ങളെ കാണിക്കാൻ കരുതി. ഇത് നമ്മുടെ നാടൻ ചെത്തിയാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ താമരയുടെ കളക്ഷനകത്തുള്ള ഒന്നാണ്. ഈ ചെറിയ മുട്ടുമായിട്ട് നിൽക്കുന്നത് വൈറ്റ് പിയോണിയാണ്. ആ നീല പാത്രത്തിൽ നിൽക്കുന്നത് സഹസ്രദളം. ഇതെൻ്റെ ഓർക്കിഡിൻ്റെ കളക്ഷൻസിനകത്ത് 1-2 ഞാൻ തടിയിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ബാക്കിയുള്ള ഓർക്കിഡിൻ്റെ കളക്ഷൻസ്. കുറേയധികം ചെടികൾ നശിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളത്തിനൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി. വീടിന് മുന്നിൽ നമ്മുടെ അരയ്ക്കൊപ്പം തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ചെടികൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളതെല്ലാം റിക്കവർ ചെയ്തുകൊണ്ട് വരികയാണ്. അതിനിടയ്ക്ക് പിന്നെയും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സെക്ഷനാണ് എൻ്റെ താമരയും ആമ്പലും കൂടുതൽ നിൽക്കുന്നത്. ഇവിടെ വാട്ടർ പ്ലാന്റുകൾ കുറേ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് ആ കാണുന്ന ഒരു സ്പെഷ്യൽ ചെടിയാണ്. അതാണ് നമ്മുടെ ബ്രഹ്മിച്ചെടി എന്ന് പറയുന്ന ചെടി. അത് ഞാൻ കാണിച്ചു തരാം. ഈ ചെടി കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കുന്നതാണ് പറയുന്നത്. ഇത് ഇവിടെ കുറേ എണ്ണമുണ്ട്. കുറേ അധികം ചെടികളുണ്ട്. പിന്നെ എനിക്കിവിടെ വേറെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെ നമ്മുടെ ആമ്പലാണ്. നീല കളറുണ്ട്, പിന്നെ ഒരു വയലറ്റ് കളറുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ബോൺസായുടെ കളക്ഷൻസാണ്. ഇതൊക്കെ ഏകദേശം ഷേപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതൊരു 4-5 മീറ്റർ ഉയരം ഉണ്ടായിരുന്ന സാധനം ഞാൻ എയർലെയർ ചെയ്തെടുത്തൊരു 3 ചെടിയാക്കിയതായിരുന്നു. അതിലൊന്നാണ്. പിന്നെ ഈ കാണുന്നത് ഒരു 2024 ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ചെടിയാണ്. അത് അരയാലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ അതും ഏകദേശം ഒരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിരിക്കുന്ന സിമെൻറ്റിൻ്റെ പോട്ടൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന കുറേയധികം ആലിൻ്റെ ചെടികളുണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ തൈകൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ ട്രെയിനിങ്ങാണ്. ഓരോ ഷേപ്പിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ട്രെയിനിങ് ഇരിക്കുന്ന ചെടികളാണ്. ഇതൊക്കെ അത്യാവശ്യം ഷേപ്പായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ എയർ ലെയർ ചെയ്തെടുത്തതിൻ്റെ ഒരു മിച്ചമുള്ളതാണ്. അതായത് എയർ ലെയർ ചെയ്തെടുത്ത ആലിൻ്റെ ടോപ്പ് പോർഷനാണ് ഇത് കാണുന്നത്. പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഈ കാണുന്ന കുളത്തിനകത്ത് അതായത് നമ്മുടെ വാട്ടർ ടാങ്ക് കെട്ടിയതായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് വാഹനമൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് വെള്ളം വന്നതിൻ്റെ വിഷയത്തിൽ ചത്തു പോയിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.